ഈ നാട്ടിൽ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ തൊഴിലാളികൾക്കും വേണ്ടി, ആ തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലാളി സമൂഹത്തിനു വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങളെ ഏറ്റവും അധികം നടത്തിയ ഈ ഗവൺമെന്റിന് ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഏറെ പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ യാത്രയ്ക്ക്, ആ യാത്ര ജനഹൃദയങ്ങൾ കീഴടക്കി തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കൊല്ലം വരെ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധയാണ് ഈ പരിപാടി. പുതുയുഗ യാത്രയാണ്. ഈ 10 വർഷമായി ഈ നാട്ടിൽ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരായി, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരായി ഒരു മാറ്റം വേണം. ഈ പിണറായിയുടെ ഗവൺമെന്റ് ഈ നാട്ടിൽ നിന്ന് മാറണം. അധികാരം കോൺഗ്രസിലേക്ക് എത്തണം. ഏതൊരു സാധാരണക്കാരനും കയറി ചെന്ന് തന്റെ മുഖ്യമന്ത്രിയോടോ മന്ത്രിമാരോടോ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത്തരത്തിൽ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്റെ മുഖ്യമന്ത്രിയോട് ആവലാതി പോലും പറയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരിക്കുക. ആ മുഖ്യമന്ത്രിയുടെ ഒരു വൺ മാൻ ഷോ എന്ന് പറയാൻ കണക്കിലുള്ള ആ ഭരണം മാറ്റുന്നതിന് വേണ്ടി കൂടിയ ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ യാത്ര നടത്തുന്നത്. അപ്പോൾ ഈ കർഷക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലോറൻസ് ഇവിടെയുണ്ട്, ജില്ലയുടെ ഇവിടെയുണ്ട്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായിട്ടുള്ള കഴക്കൂട്ടം സജി അവിടെയുണ്ട്, മുൻ മണ്ഡലം പ്രസിഡന്റ് ബേബിച്ചേട്ടനുണ്ട്. ഇവിടെ വിവിധ തലങ്ങളിലുള്ള കർഷക കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ, നിയോജകമണ്ഡലത്തിലുള്ള നേതാക്കന്മാരുണ്ട്, കഴക്കൂട്ടത്തിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്.